ഇത്ര ലേറ്റ് ആയേ? എടി ഒന്നും പറയണ്ട, ഓഫീസിൽ സിയോടെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നു. പക്ക ഒരു ബിസിനസ് വുമണായിരുന്നു പുള്ളിക്കാരി. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കിയിരിക്കുന്നു. അവരെ കാണാൻ അത്ര ഭംഗിയാ? ഭംഗിയുടെ ഒന്നല്ല, പുള്ളിക്കാരി ഭയങ്കര ബോൾഡ് ആൻഡ് എലഗൻ ലുക്ക് എന്നൊക്കെ പറയില്ലേ, കാണുമ്പോൾ തന്നെ ഒരു റെസ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ വേണം ആൾക്കാർ. അല്ലാണ്ട് ഓഫീസിൽ പ്രശ്നം എന്ന് പറഞ്ഞ് ജോലി റിസൈൻ ചെയ്തിട്ട് വീട്ടിലിരിക്കലല്ല. ഇഷ്ടമില്ലാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്യണേക്കാളും ഭേദം ചെയ്യാതിരിക്കുന്ന. ആണോ? എന്നാൽ എൻ്റെ ഹബീബിന്റെ ബിസിനസ് പ്ലാൻ ഒക്കെ എന്തായി? കാറ്റിൽ പറന്നു പോയാ? എങ്ങും പോയിട്ടില്ല, ഞാൻ എന്തായാലും തുടങ്ങും. അപ്പൊ ഈ കുച്ചിച്ചവരൊക്കെ വരും, നോക്കിക്കോ. ഓ, ഞാൻ കുളിച്ചിട്ട് വരാം. അനു, അനു, എന്താ? എന്റെ ലാപ്പ് യൂസ് ചെയ്തായിരുന്നു? ആ ചെയ്തു. ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നായിരുന്നു, അതാണ് ഫയലും സേവ് ചെയ്തില്ല. ഇനി എനിക്ക് ആദ്യം മുതലേ എല്ലാം പണിയണം. ഇനി മേലെ എന്റെ പെർമിഷനാണ് ലാപ്പ് എടുത്തിട്ടുണ്ടല്ലോ. നിന്നോടൊന്നും പറഞ്ഞു ഒരു കാര്യമില്ല. സോറി. എടി, നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. എവിടെ? അതൊക്കെ ഉണ്ട്. ബാ ബാ വാടി വാ. അല്ല, നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നേ? നിനക്ക് ലാപ്പ് വാങ്ങാൻ. ശരിക്കും? ആ വാ. ഇത്രയും വിലയുള്ളത് വാങ്ങണോ? പല സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാൽ പറയാം. എടി, അത് കുഴപ്പമില്ല, നീ നോക്കി എടുത്തോ. നമുക്ക് വർക്കിംഗ് വുമൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് EMI ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 0% ഡൗൺ പേയ്മെൻ്റ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏത് കണ്ടീഷനുള്ള ലാപ്ടോപ്പ് ആണെങ്കിലും എക്സ്ചേഞ്ചിന് നമ്മൾ മിനിമം 2000 ആണ് കൊടുക്കുന്നത്. ഓ, അത് കൊള്ളാലോ. എന്തായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, നീ നല്ല നോക്കി തന്നെ എടുത്തോ. ചേട്ടാ, മാക്ബുക്ക് തന്നെ എടുത്തോ.